ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇലക്ഷനൊക്കെ കഴിഞ്ഞു, ഇപ്പം BJP സർക്കാർ അധികാരത്തിൽ വരികയാണ്. പക്ഷേ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ കോൺഗ്രസ് ആയിരുന്നു എന്ത് സംഭവിച്ചേനെ, അല്ലെങ്കിൽ ഇപ്പം നമുക്കിത് എങ്ങനെയാണ് ഒരു ഇലക്ഷനൊക്കെ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിനെ റിഫ്ലക്റ്റ് ചെയ്യുന്നത് ഞാൻ സംസാരിക്കുന്നത്. നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ പൊളിറ്റീഷ്യൻസ് ഫുള്ള് ലിങ്ക് ചെയ്തിട്ടുള്ളത് വലിയ വലിയ കോർപ്പറേറ്റ്സിനെയാണ്. ഇപ്പം അദാനി, അംബാനി, ഇങ്ങനെയൊക്കെ വലിയ വലിയ കോർപ്പറേറ്റ്സിൻ്റെ ഒക്കെ വളരെ കാര്യങ്ങൾ അവർക്ക് യൂസ്ഫുള്ളായ കാര്യങ്ങളാണ് മെയിൻലി പൊളിറ്റീഷ്യൻ ചെയ്തത്. ബിക്കോസ് നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് അത്ര വലിയ ഫേവേഴ്സ് ഒന്നും പൊളിറ്റീഷ്യന് കിട്ടാറില്ല. പിന്നെ പൊതുവേ വരുന്നുണ്ട്, പക്ഷേ എന്നാലും അവർക്കാണ് കൂടുതൽ പ്രിഫറൻസ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തായാലും ഗവൺമെൻറ് അവരെ ഹെൽപ്പ് ചെയ്യുകയാണ്. പക്ഷെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റ് വഴി ഈ സ്റ്റോക്കുകളൊക്കെ വാങ്ങിക്കാൻ പറ്റും. അതായത് ഇങ്ങനെ ഹെൽപ്പ് കിട്ടുന്ന എല്ലാ കമ്പനിയുടെ സ്റ്റോക്കും നമുക്ക് വാങ്ങിക്കാൻ പറ്റും. അപ്പം ഗവൺമെൻറ് അവരെ ഹെൽപ്പ് ചെയ്യുമ്പോൾ നമുക്കൊരു ആസ് എ കോമൺ മാൻ നമുക്ക് വളരെ ഫ്രസ്ട്രേഷൻ ഉണ്ട്. പക്ഷേ ആ ഫ്രസ്ട്രേഷൻ തീർക്കേണ്ടത് നമ്മളിങ്ങനെ പോസ്റ്റ് ഇട്ടോ അങ്ങനെ ഇട്ടോ എന്നുള്ള ഫ്രസ്ട്രേഷൻ നമ്മൾ ആ കമ്പനി വാങ്ങിച്ച് ഫ്രസ്ട്രേഷൻ തീർക്കുക. ബിക്കോസ് അവർക്ക് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്, നമുക്കും ആ പ്രോഫിറ്റിൻ്റെ ഒരു ഭാഗമാകാൻ പറ്റും. ഇപ്പം കോൺഗ്രസ് വന്നായിരുന്നെങ്കിൽ മാർക്കറ്റ് ക്രാഷ് ആയിരുന്നു, ശരിയാണ്. മാർക്കറ്റ് ക്രാഷ് ആയിട്ട് മേ ബി ഒരു 6 months അങ്ങനെ നിൽക്കില്ല, 1 year നിൽക്കും, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ് മേൾട്ടും. ബിക്കോസ് 124 കോടി ജനങ്ങളുള്ളൊരു കൺട്രിയാണ് ഇന്ത്യ. ഇന്ത്യയുടെ ഗ്രോത്ത് സ്റ്റോറി ഒന്നും ഗവൺമെൻറ്റിനെ ബേസ് ചെയ്തല്ല നിൽക്കുന്നത്. ഗവൺമെൻറ് ഒരു ഭാഗമാണെന്ന് മാത്രമേ ഉള്ളൂ. അതൊരു ചെറിയ രീതിയിൽ റിഫ്ലക്ഷൻ ചെയ്യും. പക്ഷേ ഇന്നെ ബ്രോഡ് സെൻസിൽ ഗവൺമെൻറ് ഒന്നും അല്ല. ഇന്ത്യ എന്ന് വെച്ചാൽ ഗ്രോയിങ് ഇക്കണോമിയാണ്. അത് നല്ല രീതിയിൽ ഗ്രോ ആകും. ഇപ്പോൾ ഏത് ഗവൺമെൻറ് വന്നാലും നല്ല രീതിയിൽ ഗ്രോ ആകും. നമുക്ക് ഒരു സിമ്പിൾ എക്സാമ്പിൾ നോക്കി, ഇപ്പം BJP കയറിയാലും കോൺഗ്രസ് കയറിയാലും ഷെയർ മാർക്കറ്റിൻ്റെ എല്ലാം മേൾട്ടുണ്ട്. ബിക്കോസ് ഈ പറയുന്ന എല്ലാ നേതാക്കൾക്കും ഷെയർ മാർക്കറ്റിൽ നല്ല രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട്. ഇപ്പം യുടെ നേതാവ് നോക്കി അമിത്ഷാ നോക്കുവാണെങ്കിൽ ഏകദേശം 181 ലിസ്റ്റഡ് കമ്പനീസിൽ പുള്ളിക്ക് ഷെയർ ഉണ്ട്. അപ്പം ഏകദേശം 17 കോടി രൂപയാണ് പുള്ളിക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഉള്ളത്. അപ്പം 17 crores നമ്മൾ നോക്കുവാണെങ്കിൽ അതിനകത്ത് കാണാൻ പറ്റും. കോൾഗേറ്റിൻ്റെ സ്റ്റോക്ക് ഉണ്ട് ഏകദേശം 1.06 കോടിക്ക്. പിന്നെ ഹിന്ദുസ്ഥാൻ യൂണിലിവർ ഏകദേശം 6,776 ഷെയർ, ഏകദേശം 1,35,00,000 രൂപയ്ക്കുണ്ട്. MRF ഉണ്ട് 100 1,29,00,000 രൂപയ്ക്ക്. P&G ഉണ്ട് 92,00,000 രൂപയ്ക്ക്. അപ്പം എല്ലാ BJP പല കാൻഡിഡേറ്റ്സിനും സ്റ്റോക്ക് മാർക്കറ്റിൽ നല്ല രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട്. പക്ഷേ നമുക്ക് അറിയാത്തതുകൊണ്ടാണ്. ഇപ്പം കോൺഗ്രസിൻ്റെ കാര്യം നോക്കുക, രാഹുൽ ഗാന്ധി നോക്കുവാണെങ്കിൽ ഏകദേശം പുള്ളിക്ക് 4 കോടി രൂപയ്ക്കുള്ള സ്റ്റോക്ക് പുള്ളിക്കുണ്ട്. ഇപ്പം പിഡിലൈറ്റ് ഇൻഡസ്ട്രി ഏകദേശം 1,474 സ്റ്റോക്സ് ഉണ്ട്, ഏകദേശം 42 ലക്ഷം രൂപ. ബജാജ് ഫിനാൻസിലുണ്ട് 35 ലക്ഷം രൂപ. ഏഷ്യൻ പെയിൻറ്റ്സിൽ 35 ലക്ഷം രൂപ. ടൈറ്റനിൽ ഏകദേശം 32 ലക്ഷം രൂപ. ഹിന്ദുസ്ഥാൻ യൂണിലിവറിൽ ഏകദേശം 27 ലക്ഷം രൂപ. ICICI ബാങ്കിൽ ഏകദേശം 24 ലക്ഷം രൂപ. അപ്പം ലിസ്റ്റ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും നിങ്ങൾ ഫിലിം സ്റ്റാർ നോക്കിയോളൂ, നിങ്ങൾ ക്രിക്കറ്റ് സ്റ്റാർ നോക്കിയോളൂ, എല്ലാ നല്ല നല്ല ആൾക്കാർക്കും ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. പക്ഷെ നമ്മൾ ഫിലിം സ്റ്റാറും സ്പോർട്സ് സ്റ്റാറൊക്കെ നോക്കുമ്പോൾ നമ്മൾ ഐഡിയലായിട്ട് അവരുടെ കഴിവുകൾ മാത്രമേ നമ്മൾ വെച്ചാൽ അവരുടെ ഫിലിംസിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കുന്നത്. പക്ഷേ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പല കാര്യങ്ങളും നമ്മൾ ഐഡിയലായിട്ട് എടുക്കത്തില്ല. അവരെല്ലാവരും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് ഇതൊന്നും അറിയത്തില്ല, നമ്മളത് ചെയ്യത്തുമില്ല, നമുക്ക് പേടിയാണ് പൈസ വന്നത്. പക്ഷേ ഇവരെല്ലാവരും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടൊക്കെ ഇവർ ഫെക്കുക വാങ്ങിക്കുക ഒന്നും ചെയ്യുന്നത് ജസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് അവിടെ വെച്ചേക്കുന്നേ ഉള്ളൂ. അവിടെ പ്രോഫിറ്റ് വളർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പം കോൺഗ്രസ് കയറിയായിരുന്നെങ്കിൽ അതിൻ്റെ പ്രൈസ് താഴോട്ട് പോയെന്നെ. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, 1000 രൂപയുടെ സ്റ്റോക്ക് 10,000 രൂപയ്ക്ക് ടോട്ടൽ. അപ്പം നമുക്ക് ഏകദേശം 10 ക്വാണ്ടിറ്റി കിട്ടും. അപ്പം ഇതേ സാധനം ഇപ്പോൾ പ്രൈസ് കുറയാമെന്ന് വെച്ചാൽ 800 രൂപയിലോട്ട് 1000 രൂപയുടെ സാധനം 800 രൂപയോട്ടായി. നമ്മൾ 10,000 വെച്ച് വാങ്ങിക്കുമ്പോൾ ഏകദേശം 12.5 സ്റ്റോക്ക് കിട്ടും. അപ്പം നമ്മുടെ മൂല്യം കുറയുന്നതനുസരിച്ച് നമുക്ക് കൂടുതൽ സ്റ്റോക്ക് കിട്ടുവാണ്. അപ്പം നമുക്ക് എപ്പോഴും കൂടുതലായിട്ട് വാങ്ങിച്ചു വെക്കാനൊരു അവസരമാണ് മാർക്കറ്റ് താഴോട്ട് പോകും. പക്ഷേ മാർക്കറ്റ് റീബൗണ്ട് ചെയ്ത് മുകളിട്ടും. ബിക്കോസ് ഇവർക്കൊക്കെ ഇതിനകത്ത് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. ഇതൊക്കെ ആ മനുഷ്യരെ ഇങ്ങനെ പേടിപ്പിക്കാൻ വേണ്ടിയുള്ള കാര്യം. ഇപ്പോൾ ന്യൂസിനകത്ത് തന്നെ എത്രയോ ലക്ഷം കോടി രൂപ നഷ്ടപ്പെട്ടെന്നാണ് വെച്ചത്. നമുക്കൊക്കെ ഒരു രൂപ പോലും നഷ്ടമായിട്ടില്ല. ബിക്കോസ് മാർക്കറ്റ് ക്രാഷ് ആയ ദിവസം 54,000 രൂപ ലോസ് ഉണ്ട്. പക്ഷേ അതിൻ്റെ പിറ്റേ ദിവസം ഏകദേശം 27,000 രൂപ, അതിൻ്റെ പിറ്റേ ദിവസം ഏകദേശം 14,000 രൂപ, അതിൻ്റെ പിറ്റേ ദിവസം 12,000 രൂപ, ടോട്ടൽ 57,000 രൂപ നമുക്ക് അതിൻ്റെ 3 ദിവസങ്ങളായിട്ട് തിരിച്ചു കയറി. അതായത് 51,000 രൂപ ലോസ് ആയെങ്കിൽ 3 ദിവസം കൊണ്ട് തിരിച്ച് 57,000 പോയി. ഓൾ ടൈം ഹൈയിലോട്ട് നമ്മൾ പ്രോഫിറ്റ് കയറിയിരിക്കുന്നു. അപ്പം ഇതിനൊക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് നല്ല സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് നമ്മൾ സിമ്പിളായിട്ട് ഇതൊക്കെ കവറപ്പ് ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ എൻ്റെ മെമ്പർഷിപ്പ് ചാനൽ ചെക്ക് ചെയ്യുക. എല്ലാ കാര്യങ്ങളും ഞാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് എവിടെയാണ്, എങ്ങനെയാണ് പ്രോഫിറ്റ് കിട്ടുന്നതെന്നൊക്കെ ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഒരുമിച്ച് ഒരു നല്ലൊരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമുക്കൊരു 10 വർഷമൊക്കെ ജോലി ചെയ്യുമ്പോഴത്തേക്ക് നല്ലൊരു വെൽത്ത് ഇതിനകത്ത് ലെറ്റ് ദ മണി വർക്ക് ഫോർ യു. നിങ്ങളുടെ പൈസ നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ഇടാൻ ശ്രമിക്കുക. ഇപ്പം തന്നെ നമുക്ക് 35% പ്രോഫിറ്റാണ് നമുക്കുള്ളത്. അത് ഇനിയും കൂടത്തേ ഉള്ളൂ. ഇപ്പം
ഏകദേശം 11 മാസമായതേ ഉള്ളൂ. ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് 5,17,000 രൂപ, ഇപ്പോൾ 6,89,000 രൂപയോളം ഉണ്ട്. ഏകദേശം 1,79,000 രൂപയാണ് നമ്മുടെ പ്രോഫിറ്റ്. അപ്പോൾ ഇതിങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. പ്രോഫിറ്റ് മുകളിലോട്ട് താഴെ, നിങ്ങൾ ഗ്രാഫ് കാണുന്നത് പ്രോഫിറ്റ് മുകളിലോട്ട് താഴോട്ട് ഇങ്ങനെ പോകും. പക്ഷേ സ്ലോലി ഇത് ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം പിന്നെ കൂടുതലറിയാൻ എൻ്റെ മെമ്പർഷിപ്പ് ചാനൽ ചെക്ക് ചെയ്യുക. എല്ലാവരും അങ്ങനെ സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഡിസ്ക്ലൈമറുള്ള ഈ വീഡിയോ പറയുന്ന എല്ലാ കാര്യങ്ങളും ഒരു എഡ്യൂക്കേഷൻ പർപ്പസിന് മാത്രം പറയുന്നതാണ്. ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസർ ആരും എടുക്കരുത്. നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ റിസർച്ച് എടുത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസർ വയ്ക്കുക, എന്നിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. താങ്ക് യു.